ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം പോയത് ഊട്ടിക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഊട്ടിക്ക് തന്നെ, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം പോയത് ഊട്ടിക്ക് തന്നെ. ട്രിപ്പ് തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ ലിസ്റ്റിൽ കുറേ പ്ലേസസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ എത്തി നിൽക്കുക ഊട്ടിയിലാണ് കേട്ടോ. ഇത്തവണത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചത് അടുത്ത തവണ ഇനി ഊട്ടി പോകില്ല എന്നുള്ള തീരുമാനത്തോടെ തന്നെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഉണ്ട്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ പോണത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഇറങ്ങുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, മഴയുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വണ്ടി കയറി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും തുടങ്ങി മഴ. അപ്പം ഞങ്ങൾ വിചാരിച്ചു സാധാരണ പെയ്യണ പോലെ തന്നെ ആയിരിക്കും, മഴ നിൽക്കുന്നുണ്ടാവും. ഇത് പൊതുവേ ഉള്ളതാണല്ലോ ചിലപ്പോൾ പുലർച്ചെ ടൈമിൽ ഒരു മഴ പെയ്യലൊക്കെ. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏകദേശം ഗൂഡല്ലൂർ എത്തുന്ന വരെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി മറ്റേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതും പിന്നെ വെള്ളം കയറിയതും ഒക്കെ. അങ്ങനെ പിന്നെ പേടിച്ചിട്ടാണ് പോയത്. പേടിയെന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ പെടുമോ എന്നുള്ള പേടിയായിരുന്നു. ഗൂഡല്ലൂർ കഴിഞ്ഞ് അങ്ങോട്ട് ഊട്ടിയിലേക്ക് കയറിയ ടൈം ആയപ്പോൾ ഊട്ടിക്ക് അങ്ങോട്ട് ഉള്ള വഴിയിലൊന്നും പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചുരം കയറുന്നതാണ്, നല്ല മഴയായിരുന്നു ചുരം കയറുമ്പോഴൊക്കെ കേട്ടോ. പക്ഷേ എൻജോയ് ചെയ്തു, മഴയും കോടയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്തവണ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു, പക്ഷെ എല്ലാവരും കൂടി ഒത്തു കിട്ടണില്ല കേട്ടോ. ഞങ്ങളെ പാരൻസിനൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഒത്തു കിട്ടണില്ല. ഇനിയിപ്പോൾ ഓണം വരികയാണ്, അപ്പോൾ ചിലവ് കൂടുകയാണ്, അപ്പം ഞാൻ അത് പറഞ്ഞിട്ടായി അടുത്തത് കേട്ടോ. പിന്നെ വെച്ചാൽ മഴയുണ്ട്, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഒരു കൂട്ടർ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ പോകണത് കേട്ടോ. ട്രിപ്പ് കുറച്ച് പൈസ മാത്രം പിരിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കാറ്റും മഴയും കോടയും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. കുരങ്ങന്മാരൊക്കെ മറ്റതല്ല ഈ ഒരു അപ്പുറമൊക്കെ ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണാറുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് ആരും കണ്ടില്ല. എന്നാലും റോഡ് ഇങ്ങനെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. റഷ് വെച്ചാൽ തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഞങ്ങൾ മാത്രം പോണ പോലെ ഫീൽ ചെയ്തു. നല്ല രസമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഊട്ടി ഫുള്ളും ഇങ്ങനെ തന്നെ ആവുമോ ഭഗവാനെ, ഇത്രയും എന്തൊക്കെ റിസ്ക് എടുത്ത് പോയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ അവർ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ എന്തായാലും ചമ്മി തിരിച്ചു വരേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പുറത്തിറങ്ങാതെ എങ്ങനെയാണ് ഊട്ടി എൻജോയ് ചെയ്യുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് അതും പറഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും കൂടി പോണത് കേട്ടോ. എന്നാലും കുറേയൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ അങ്ങനെ ഏകദേശം ചടച്ച മട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴ മാറി മാറി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹാപ്പിയായി. അപ്പോഴത്തേക്ക് കുരങ്ങന്മാരൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടാ. പിന്നെ അപ്പവും ഉണ്ണിയൊക്കെ കൂടി ഇവറ്റങ്ങളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുട്ടനെ കണ്ടിട്ട് പേടിയാവട്ടെ, ഉള്ളിക്ക് എങ്ങാനും ചാടി കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് നന്ദുട്ടൻ വേണ്ട മാമ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലൊരു കുരങ്ങനെ കണ്ടപ്പോഴേ ബ്രിട്ടീഷ് ക്രീമൊക്കെ തേച്ചിട്ട് ആരപ്പ ഇരിക്കണെന്ന് ചോദിക്കുക കേട്ടോ. മുഖമൊക്കെ നല്ല ചോരച്ചിട്ടുണ്ട്. നന്നായിട്ട് ലിപ്സ്റ്റിക്കും നല്ല പുട്ടിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയ ഞങ്ങളെ കോലം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുഖമൊക്കെ എന്തോ പോലെ ഫീൽ ചെയ്തു. ഒന്നാമത് എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ പിമ്പിൾസൊക്കെ വന്നതൊക്കെ ഒന്നുകൂടി വീർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. മുഖത്തൊക്കെ പോസ്റ്റൊക്കെ ഒന്നും കൂടി വിഘടിപ്പിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ആകെ കോൺഫിഡൻസ് പോയിട്ടാ, ഒരു പിക്ക് എടുക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയായി പോയി എൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ മുഖം കൊണ്ട് ഞാൻ ഭയങ്കര ഡിസ്കംഫേർട്ടാണ് കേട്ടോ. നിറച്ച് കുരുക്കളും കുരുവിൻ്റെ വന്ന പാടുകളും ഇതൊക്കെ ആയിട്ട് എനിക്ക് തീരെ എന്നെ ഇഷ്ടമല്ല കേട്ടോ. ചില സമയങ്ങളിൽ ഊട്ടിപ്പട്ടണം ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ, ഊട്ടിപ്പട്ടണം. അങ്ങനെ അതിൻ്റെ അവിടെയുള്ള ഒരു ഹില്ല് ചെറിയൊരു ഇത് ഞങ്ങളവിടെ കയറി ഇങ്ങനെ ആ വ്യൂസൊക്കെ എൻജോയ് ചെയ്തു. കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അധികം ഞങ്ങൾ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുള്ള പരിപാടികളൊന്നും അധികം ചെയ്തിട്ടില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളങ്ങനെ കയറിയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ടിക്കറ്റൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞടക്കുന്നൊരു പ്രദേശം, കുറേ കുതിരകളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂം എടുത്തു. ഇതായിരുന്നു ഞങ്ങളെ റൂം കേട്ടോ, ഈ തട്ടത്തുള്ള ഫസ്റ്റ് റൂം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് റൂമും കിട്ടി.
അപ്പോൾ ഞങ്ങളൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഗീ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. റൂമിലെത്തി പിറ്റേ ദിവസമാണ് ഇത്. ഞങ്ങൾ പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയതാണ്. നല്ല അടിപൊളി റൂമും നല്ല ഇതായിരുന്നു കേട്ടോ. 2200 രൂപയ്ക്കോ അങ്ങനെ എന്തോ ഞങ്ങൾക്ക് ആ റൂം കിട്ടിയത് കേട്ടോ. 2 ബെഡും കാര്യങ്ങളൊക്കെ എല്ലാ ഇതും ഉണ്ട്. അടിപൊളിയായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഞങ്ങൾ വെളിച്ചെണ്ണ കൊടുന്നതൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സ്റ്റൗ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചെക്കന്മാരാണ്. ബ്രെഡ് ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാൻ എടുത്തേക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു പിള്ളേർ. പകരം കുക്കറിൽ തന്നെയാണ് അവർ ഇതുണ്ടാക്കിയത് കേട്ടോ. മുട്ട ചിക്കിയിട്ടാണ് ബ്രെഡിലിട്ടത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കാൻ നല്ല രസമാണല്ലോ. നമ്മളെപ്പോഴും വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് നമ്മളത് വലിയ ടേസ്റ്റൊന്നും തോന്നില്ല. എന്നാലും ചെക്കന്മാരുണ്ടാക്കി തന്നപ്പോൾ നല്ല പൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഓടിയിട്ടും ചാടിയിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്തി തരാം. ഓൾറെഡി അറിയുന്നവരുണ്ടാവും, പക്ഷെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമായിരിക്കും. ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ, എൻ്റെ അനിയൻ്റെ വൈഫ്. പിന്നെ എൻ്റെ മോനെയാണ് ഇപ്പോൾ കണ്ടത്. ഇത് എൻ്റെ പാപ്പൻ്റെ മോനാണ്, മൂത്ത പാപ്പൻ്റെ മോൻ. ഇത് മൂത്ത പാപ്പൻ്റെ മോള്. പൊന്നു, ഉണ്ണി എന്നൊക്കെ ഞാൻ പറയില്ലേ, അവരാണ്. പിന്നെ ഒന്നുള്ളത് എൻ്റെ അനിയൻ. പിന്നെ കുഞ്ഞു കുട്ടിയുള്ളത് എൻ്റെ അനിയൻ്റെ മോള്, അങ്ങനെ ആലമോള്. അപ്പോൾ ഇതാ ആദ്യം ഓംലേറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഓംലേറ്റ് ആക്കൽ സക്സസ് ആയില്ല കേട്ടോ. കാരണം അതിന് കോരാനുള്ള സാധനം ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ട ആലമോള് നിൽക്കണത്. ആലമോള് ഇപ്പോൾ തീരെ എടുക്കാൻ പറ്റില്ല, ഫുള്ള് നടക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അലമ്പാണ് ഇപ്പോൾ. ഞങ്ങളിങ്ങനെ കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചുണ്ടാക്കാൻ കാരണം കാറ്റായതുകൊണ്ട് അടിയിൽ തീ ഇങ്ങനെ പാളി പോവായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവച്ചതാണ് അവിടെ. അങ്ങനെ ഗായ്സ് ബ്രെഡ് ഓംലേറ്റ് റെഡിയായി. ഈ 2 എണ്ണത്തിന് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ, ഒടുക്കത്തെ വിശപ്പ്. അപ്പം അവർക്ക് തന്നെ ആദ്യം കൊടുത്തിട്ടോ. അങ്ങനെ അയ്യോ ഒരാളെ വിട്ടുപോയി. മെയിൻ ഷെഫ് അപ്പു ആണ് കേട്ടോ, എൻ്റെ ചെറിയ പാപ്പൻ്റെ മോനാണ്. പാറും കൂടി ഇതിലുണ്ടാവണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും ഓളും ഉണ്ടാവും. എക്സാമൊക്കെ ആയതുകൊണ്ട് വരാത്തതാണ് കേട്ടോ. അങ്ങനെ ആകെ വൈബായത് ഈ കുതിരകൾ വന്നപ്പോഴാട്ടാ. കുറേ കുതിരക്കൂട്ടങ്ങൾ വന്നു. ആദ്യം 1 കണ്ടു, പിന്നെ 2 പിന്നെ 3 പിന്നെ ഒരു കൂട്ടം. അങ്ങനെ ഞങ്ങളടുത്തേക്ക് ലാസ്റ്റ് ഇങ്ങനെ അടുത്തടുത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന അടുത്തേക്കൊക്കെ വരാൻ തുടങ്ങി. അത് ഭയങ്കര ഞങ്ങളോട് എന്താ പറയുക, ആൾക്കാരോടൊക്കെ ഇണക്കമുള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ നല്ല പേടിയായിരുന്നു. അത് അങ്ങനെ വല്ല തട്ടും കിട്ടിയാലോ വിചാരിച്ചിട്ട്. പക്ഷെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അതിനോട് ഇങ്ങനെ ഇതായിട്ടാ, ഒന്നും ഒന്നും കാട്ടണമൊന്നുമില്ല. നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ, ആ ഒരു പേടി. അപ്പം ഞങ്ങളിത് അതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് പിന്നേക്ക് നിൽക്കാണ്ട് കേട്ടോ. അപ്പം പിള്ളേർ പറയാം ഞങ്ങൾ ചേച്ചിമാരായി പോയി എന്നൊക്കെ പറയണേ. അങ്ങനെ കുറേ ആ കുതിരകളുടെ അടുത്ത് നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറകത് കേട്ടത് അപ്പൂന്റെ രോദനാണ്. അപ്പു ഉണ്ണിയൊക്കെ എപ്പോഴും ഓംലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് കുതിരനെ വല്ലാണ്ട് ഇതാക്കാൻ പറ്റിയില്ല. അപ്പു പറയണേ ഞങ്ങളൊക്കെ തിന്നുപോയതാ, ഞങ്ങൾക്ക് മുട്ടുണ്ട് കേട്ടോ ബാക്കിൽ, ചവിട്ടി പൊട്ടിക്കരുതെന്നാ പറഞ്ഞേട്ടോ. അങ്ങനെ ഒരു വടി എടുത്തിട്ട് കുതിരനെ പതുക്കെ ഇങ്ങനെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു വിട്ടാ. കാരണം ഞങ്ങളടുത്തേക്ക് അല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവറ്റുകൾ പോയപ്പോൾ വിചാരിച്ചു വേണ്ടായിരുന്നു, കുറച്ചും കൂടി നേരം ഞങ്ങളടുത്ത് നിൽക്കായിരുന്നു എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് ലേറ്റ് ആക്കിയില്ല, ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും കുതിരക്കൂട്ടങ്ങൾ ഒരു 2 കിലോമീറ്റർ ഏകദേശം എത്തിയപ്പോഴത്തേക്കും അവരിത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് നടന്നിട്ട്. ഇതിന് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല തോന്നുന്നു, ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കുതിരകളാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയന് പേര് എനിക്ക് കിട്ടണില്ല. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്നപ്പോഴൊന്നും ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 40 രൂപയോ 45 രൂപയോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ആൾക്കാർ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നവരെന്തായാലും എടുത്ത് കയറും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 45 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓക്കെയാണ്, കുഴപ്പമില്ലല്ലോ. എന്തായാലും കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കയറി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല വ്യൂ ആണ്. അങ്ങനെ അലമോള കുസൃതികളാണ് ഇനി നിങ്ങൾ കാണാൻ പോകണം കേട്ടോ. ഈ ഒരു ചെരുപ്പ് ഇട്ട് കൊടുക്കേണ്ട, ഞങ്ങൾ സോക്സ് ഇട്ട് കൊടുത്തിട്ട് അവളിങ്ങനെ എടുത്ത് നടക്കുമായിരുന്നു. ഷൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പകരം ഈ ഒരു ചെരുപ്പായിരുന്നു. മഴയും വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ഈ ചെരുപ്പായിരുന്നു എടുത്തിട്ടുള്ളത്. ആ ചെരുപ്പിട്ട് ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അലമ്പായിരുന്നു അലമോള് കേട്ടോ. ഇനിയിപ്പോൾ അത് കാണാം.
ഒന്നുകൂടി അപ്പൊ വർത്താനം പറഞ്ഞോ കാല് നോക്കിട്ട് എന്നിട്ട് ചിരിച്ചാ അമ്മടിക്കണ നമ്മളെ കുട്ടി സുന്ദരിയാണല്ലേ സുന്ദരിയാ ചിരിച്ചാ ചിരിച്ചാ എങ്ങനെ ഇന്നലത്തെ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാട്ടാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം പോന്നു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി തോന്നി. കാരണം പലയിടത്തും ലാൻഡ് സ്ലൈഡും ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ കൂടെ ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ വൈകിച്ചില്ല. ഇരുട്ടുന്നതിൻ്റെ മുന്നേ തന്നെ അവിടുന്ന് ചുരമൊക്കെ ഇറങ്ങി ഏകദേശം നമ്മുടെ നാട് പിടിക്കണം എന്നുള്ളൊരിതിൽ ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. അങ്ങനെ ഷെഫ് സ്റ്റോറിയിൽ നിന്നാണ് ഞങ്ങൾ പുതിയങ്ങാടിലെ ഷെഫ് സ്റ്റോറിയിൽ നിന്നാണ് മന്തി കഴിച്ചത്. അവിടുത്തെ മന്തി സൂപ്പറാണ് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് ഇവിടെ തന്നെയാണ് ഓർഡർ ചെയ്യാറ് കേട്ടോ. സൂപ്പറാണ് മന്തി. അങ്ങനെ ഞങ്ങൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തം തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വരാം. സീ യു സൂൺ. ബൈ.